നമ്മൾ സെയിൽസ് ഇൻവോയ്സ് കസ്റ്റമർക്ക് ക്രെഡിറ്റിലുള്ള കൊടുക്കുന്ന ബില്ലുകളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്ന വീഡിയോ ആണിത്. അതിൽ നമ്മൾ നോർമൽ ബില്ലടിക്കുന്ന പോലെ കസ്റ്റമർ സെലക്ട് ചെയ്ത് ബില്ലടിക്കുന്നു. അതിൽ നമ്മൾ പേ മോഡ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ആക്കിയിട്ട് ബൈ ഡിഫോൾട്ട് ക്യാഷ് ആയിട്ടും കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുന്നു, പേ മോഡ് ക്യാഷ് എന്നുള്ള മാറ്റിയിട്ട് ക്രെഡിറ്റ് ആക്കിയിട്ട് സെലക്ട് ചെയ്യുന്നു. നോർമൽ ബില്ല് ചെയ്യുന്ന പോലെ തന്നെ ഐറ്റം സെലക്ട് ചെയ്യുന്നു, ക്വാണ്ടിറ്റി കൊടുക്കുന്നു. ക്വാണ്ടിറ്റി കൊടുത്ത് എമൗണ്ട് കൊടുത്ത് എൻ്റെ ഇത് സേവ് ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമർ എപ്പോഴാണ് പേയ്മെൻറ്റ് വരുന്നത്, അപ്പോൾ തന്നെ എമൗണ്ട് അഡ്വാൻസ് തരെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റെസീപ്റ്റിൽ പോയിട്ട് കസ്റ്റമറെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവരെ കറൻറ്റ് ബാലൻസ് ഇപ്പോൾ എത്ര തരാനുള്ള എമൗണ്ട്, ഇപ്പോൾ ബിൽ എമൗണ്ട് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെസീപ്റ്റ് ടു ക്യാഷ് കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കുന്നു, എന്നിട്ട് റിസീവ്ഡ് എമൗണ്ട് എത്ര എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ 16 ബിൽ എമൗണ്ട് വരുന്നത്, നമ്മളിവിടെ ഇപ്പോൾ 3000 ബിൽ എമൗണ്ട് കൊടുക്കുന്നത്. $3,000 കൊടുത്ത് സേവ് ചെയ്തു. ഇനി രണ്ടാമത് സെയിം കസ്റ്റമറിനെ ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സെയിം കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ് ബാലൻസ് നോക്കിക്കോ, ഇപ്പോൾ 13 നമ്മുടെ 16 എന്നുള്ള കറൻറ്റ് ബാലൻസ് മാറിയിട്ട് 13 ആയി. അങ്ങനെ പിന്നീട് എപ്പോഴാണ് എമൗണ്ട് തരാൻ